ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് കറിയൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്കൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 1 മണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ ഇതാ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ വാർന്നെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 കപ്പ് ചോറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ 2 കപ്പ് പച്ചരി എടുത്തിട്ടുള്ളത്, അതിലേക്ക് 1 കപ്പ് ചോറ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1/2 കപ്പ് തേങ്ങയാണ്, അതും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ സവാള, അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇപ്പോൾ ഇവിടെ ഞാൻ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഇതിൽ ഇപ്പോൾ നമ്മൾ അരി എടുത്ത അതേ കപ്പിൽ തന്നെ ഞാൻ 1 കപ്പ് വെള്ളമാണ് അളന്നിട്ട് എടുത്തിട്ടുള്ളത്, അതാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുക. അത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഈ 1 കപ്പ് തന്നെ എനിക്ക് കണക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ അരിയിലെ ബാക്കി വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 1.25 കപ്പോളം കേട്ടോ വെള്ളം നമുക്ക് ഇതിന് ആവശ്യത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ ഇതാ ഞാനൊരു ബൗളിലേക്ക് നമ്മളെ ഒരു മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അധികം തിക്കുമല്ല, എന്നാൽ പിന്നെ അധികം ലൂസും അല്ലാത്ത രീതിയിലാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു സവാള ഒന്ന് വഴഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇതൊരു ലോ ഫ്ലെയിമിലാണ് കേട്ടോ, കാരണം നമുക്കിത് ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് ചെയ്യാൻ പറ്റില്ല. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്തപ്പോൾ ഇത് ഞാൻ ഇതുപോലെ സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കിയപ്പം ഇത് ഒട്ടുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഇത് ഞാൻ 3 കട്ട് ചെയ്തിട്ട് നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ചെറിയ 2 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ ജീരകം. അപ്പോൾ ഇവിടെ നമ്മൾ വെള്ളത്തിനെടുക്കുന്ന ചെറിയ ജീരകം ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഇതുപോലെ വേണം ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം.
ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കാണ്ട് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അധികം ലൂസാവാൻ പാടില്ല, തിക്കാവാനും പാടില്ല, ഈ ഒരു രീതിയിൽ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത അപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഇനി ഒരു പാൻ ചൂടാക്കുക. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ കോക്കനട്ട് ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം ഓൾറെഡി ഇത് കുക്കായതാണ്. ഈ ഒരു മസാല ഒന്ന് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് മാത്രം കേട്ടോ. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡ് ഭാഗവും നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഈ ഒരു മസാല ഒക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കറിയൊന്നും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ വൈകിട്ട് നമുക്ക് ചായൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്